Hello, welcome to Inglitora. BA English Journey Through the World of Poetryയിലെ യൂണിറ്റ് ആയിട്ടുള്ള ലാവിറ്റ ന്യൂവോയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു ഇറ്റാലിയൻ നെയിമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയല്ല. ഇതിൻ്റെ ഓതർ ദാൻ്റെ അലിഗേറിയാണ്. അദ്ദേഹം ഒരു ഇറ്റലിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പോയറ്റാണ്. ഇറ്റാലിയൻ ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പലപ്പോഴും ഫാദർ ഓഫ് ദ ഇറ്റാലിയൻ ലാംഗ്വേജ് എന്നാണ് വിളിക്കാറ്. കാരണം എല്ലാവരും ലാറ്റിനിൽ എഴുതുമ്പോൾ അദ്ദേഹം എഴുതിയിരുന്നത് വെർണാക്കുലർ ലാറ്റിൻ ലാംഗ്വേജിലാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. ദാന്റെയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിയാട്രീസ് പോർട്ടിനാരി. അവളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് ലാവിറ്റ ന്യൂവോ എഴുതാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. മറ്റ് കൃതികളെന്ന് പറഞ്ഞാൽ ഡിവൈൻ കോമഡി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൽ ഹെവൻ അതിനൊക്കെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് കാരണം ദാൻ്റെ ഫ്ലോറൻസിൽ നിന്ന് എക്സൈൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ അദ്ദേഹം നാട് വിട്ടിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കൂടുതൽ പേഴ്സണൽ ലവ്, പെയിൻ, സ്പിരിച്വാലിറ്റി ഇങ്ങനത്തെ തീംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പോയത്തിൻ്റെ സമ്മറി നോക്കാം. ലാവിറ്റ ന്യൂവോ ഒരു 1295 എഴുതിയിട്ടുള്ള ഒരു പോയാണ്. ഇതിൽ പോയട്രിയും പ്രോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ആദ്യം പോയട്രി ഉണ്ടാവും, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പ്രോസ് ഉണ്ടാവും. അപ്പോൾ പ്രോസിൽ എന്താണോ പോയട്രിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രോസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റീഡേഴ്സിന് കൺഫ്യൂഷൻ ഇല്ലാതെ എന്താണോ ദാൻ്റെ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കറക്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതൊരു സിംഗിൾ പോയമല്ല, അതൊരു കളക്ഷനാണ്. 31 പോയംസിൻ്റെ ഒരു കളക്ഷനാണത്. അതിൽ സോണറ്റും ബലാഡ്സും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയംസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇതിൽ മെയിൻലി പറയുന്നത് ദാന്റേക്ക് ബിയാട്രൈസിനോടുള്ള ഒരു ലവാണ്. അതൊരു സ്പിരിച്വൽ ലവാണ്. സാധാരണമായിട്ട് ഒരാളോട് തോന്നുന്നൊരു സ്നേഹമല്ല. ഒരാൾ എങ്ങനെയാണോ സ്നേഹത്തിലൂടെ സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നത് എന്നാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ദാൻ്റെ ആദ്യമായിട്ട് ബിയാട്രിസിനെ കാണുന്നത് അവരുടെ ചെറുപ്പകാലത്തായിരുന്നു. അവളെ കണ്ടുടനെ അദ്ദേഹത്തിന് അവളോടൊരു പ്രത്യേക ഒരു അഡ്മിറേഷനൊക്കെ തോന്നുകയാണ്. വയസ്സ് കൂടുന്തോറും ബിയാട്രിസിനോടുള്ള ആ സ്നേഹം ഇങ്ങനെ ഡീപ്പായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എപ്പോഴും അവളെക്കുറിച്ച് ചിന്തിക്കുക, അവളെ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരാളുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഒരാളെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഈ വർക്കിൻ്റെ അവസാനം ദാൻ്റെ പറയുന്നുണ്ട് ഇതിലും മഹത്തായ രീതിക്ക് താൻ ഒരു വർക്കും കൂടി എഴുതും. അങ്ങനെയാണ് ഡിവൈൻ കോമഡി അദ്ദേഹം എഴുതുന്നത്. ഇതിലെ മെയിൻ തീം എന്ന് വെച്ചാൽ അത് ലവാണ്. ദാൻ്റേക്ക് ബിയാട്രിസിനോടുള്ള സ്നേഹമാണ് ഈ സ്റ്റോറിയുടെ അല്ലെങ്കിൽ പോയത്തിൻ്റെ അടിസ്ഥാനം. നെക്സ്റ്റ് പറയുന്നത് സ്പിരിച്വൽ ലവാണ്. ദാൻ്റേക്ക് ബിയാട്രിസിനോട് ഒരിക്കലും ഒരു റൊമാൻറ്റിക് ലവ് ആയിരുന്നില്ല. ഇറ്റ്സ് ഇൻ എ സ്പിരിച്വൽ വേ ഓർ എ ഡിവൈൻ വേ. അങ്ങനത്തെ ഒരു സ്നേഹമാണ് അവനക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ലവ് അല്ലെങ്കിൽ സ്നേഹം കാരണം ദാൻ്റെയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ മെൻ്റലി, സ്പിരിച്വലി, ഇമോഷണലി ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരികയാണ്. അതാണ് നമുക്കതിൻ്റെ ടൈറ്റിലായിട്ടുള്ള ലാവിറ്റ ന്യൂവോ ഓർ ദ ന്യൂ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്നേഹം കാരണം അവളോടുള്ള ആ ഒരു റിലേഷൻ കാരണം അവന് വന്ന ഒരുപാട് മാറ്റങ്ങളാണ് അതിൽ കാണിക്കുന്നത്. പിന്നീട് പറയുന്നത് ദ ഇമ്പാക്റ്റ് ഓഫ് ഗ്രീഫാണ്. ബിയാട്രിസിൻ്റെ മരണം ദാൻ്റേക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയെങ്കിലും അത് അവൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ലവ് സ്റ്റോറി. ഇറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഹൗ ലവ് ഗ്രോസ്, ബ്രേക്സ് ആൻഡ് ഫൈനലി ട്രാൻസ്ഫോം ഇൻ ടു സംതിങ് ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സോ താങ്ക് യു.